ഗാഡ്. മക്കളെ സുഖാണോ? സന്തോഷാണോ? സിസ്റ്ററിന് സുഖാണ്, സന്തോഷാണ്. വായോ, നമുക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാം, ഈശോയോട് കൂടുതൽ അടുക്കാം. പ്രിയ മക്കളെ, ഇന്ന് സിസ്റ്റർ 3 ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളാണ്, വെരി വെരി സിമ്പിൾ. വലിയ നീണ്ട ഉത്തരവൊന്നും പറയണ്ട. യെസ് ഓർ നോ, ആണോ അല്ലയോ, അത്രയേ ഉള്ളൂ. അപ്പൊ ചോദിക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, കുഞ്ഞുനാളിലെ ഈശോയുടെ പടമൊക്കെ വെച്ച് കുറേ ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈശോയുടെ ഉടുപ്പിലെ ഈ വൈദികരുടെ കുപ്പായൊക്കെ ഇട്ട് നടന്നിങ്ങനെ ധൂപക്കുറ്റി വീശുന്നത് പോലെയൊക്കെ വീശിയിട്ടുണ്ട്. മാലാഖമാരുടെ ചിറകുള്ള ഉടുപ്പൊക്കെ ഇട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ ഈശോയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങിയ കുഞ്ഞുങ്ങള് പിൽക്കാലത്ത് വളർന്നു വലുതാവുമ്പോൾ വഴിതെറ്റിപ്പോകാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ? യെസ് ഓർണോ? ആദ്യം മനസ്സിൽ വരുന്ന ഉത്തരമാണ് സൂക്ഷിക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ KCYM കേട്ടിട്ടുണ്ടോ? യുവജനങ്ങളുടെ സംഘടനയാണ്. അതിൽ ജീസസ് യൂത്ത് മിഷണറി മൂവ്മെന്റ്, ഈശോയ്ക്ക് വേണ്ടി സ്നേഹിച്ച് അങ്ങേ അറ്റം വരെ പോകാൻ റെഡി ആയിട്ടുള്ള മക്കള്, പിന്നെ ജീവൻ ജ്യോതി, പിന്നെ ലോഗോസ് ക്വിസിനൊക്കെ പങ്കെടുത്ത് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. വിൻസെന്റ് പോളുമായിട്ട് ചേർന്ന് ഒത്തിരി വലിയ വലിയ ചാരിറ്റി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞിനെ കുറച്ചുകൂടി വലുതാവുമ്പോൾ, ലോകത്തിന്റെ കാഴ്ചകളൊക്കെ കുറച്ചുകൂടി കണ്ടുവരുമ്പോൾ വഴിതെറ്റിപ്പോകാൻ, അതായത് ഈശോയിലുള്ള വിശ്വാസം മാറ്റി അന്യ മതദേവന്റെ മുമ്പിൽ പോയി വണങ്ങാനും കുമ്പിടാനും പറ്റുമോ? അങ്ങനെ വഴിതെറ്റിപ്പോയവരുണ്ടോ? യെസ് ഓർ നോ? ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, അൾത്താര ശുശ്രൂഷകനായ അൾത്താര ബാലകർ കണ്ടിട്ടില്ലേ? നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ വൈദികനോടൊപ്പം കയറി അൾത്താരയിൽ നിൽക്കുന്ന ബാലകര്, അവര് അങ്ങനെ അൾത്താരയിൽ ഈശോയോടൊപ്പം നിന്ന് ബലിപീഠം പങ്കുവെച്ച, അതായത് തമ്പുരാനോടൊപ്പം ചേർന്ന് മാലാഹക്കുട്ടിമാരായി ബലിപീഠത്തിൽ പ്രത്യേകം തെരഞ്ഞെടുത്ത് ഒരുക്കിയ മക്കളായിട്ട് നിന്നവർ വഴിതെറ്റിപ്പോവാൻ സാധ്യതയുണ്ടോ? യെസ് അല്ലെങ്കിൽ നോ? ഓക്കെ, അപ്പോൾ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഇനി എൻ്റെ അഭിപ്രായത്തില് വഴിതെറ്റിപ്പോവാനുള്ള സാധ്യത 50% അല്ല, 60% അല്ല, 80% അല്ല, 100% ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. ബൈബിളിൽ നിന്ന് സിസ്റ്റർ പറഞ്ഞുതരാം. ഓക്കെ, ബൈബിളാണല്ലോ നമ്മുടെ ആധാരം. ഓക്കെ, നമ്മുടെ എല്ലാത്തിനും ഉറവിടം ബൈബിളാണ്. നമ്മൾ ജ്ഞാനിയായിട്ടുള്ള രാജാവാര കിങ് സോളമൻ. ഓക്കെ, ഈ സോളമൻ എന്നാൽ നമ്മൾ ഇന്നും അറിയപ്പെടുന്നത് ഭയങ്കര ജ്ഞാനിയാണ്. ഈ രാജാവിനോടൊപ്പം ധനവും സമ്പത്തും പ്രതാപവും ഉള്ള വേറെ ഒരാളും ഇല്ല. ജ്ഞാനത്തിൽ ഇന്നും കാലഘട്ടം കുറെ മാറി വന്നു, ഇന്നും പുള്ളിയാണ് ജ്ഞാനി. പക്ഷേ ഈ പുള്ളിയുടെ ക്ലൈമാക്സ് എന്താ? ജീവിതത്തിലെ അട്ടർ ഫെയിലിയറാണ്. ഫോർ എക്സാമ്പിൾ, ഇദ്ദേഹം നല്ല മിടുക്കനായിരുന്നു. ഇദ്ദേഹത്തിന്റെ അപ്പനായിരുന്നല്ലോ ദാവീദ് രാജാവ്, ഈശോ ദൈവത്തിന് പ്രിയപ്പെട്ടത്. ഓക്കെ, അങ്ങനെ ഈ നല്ല കുഞ്ഞായിട്ടുള്ള സോളമൻ എൻ്റെ അടുത്ത് ദൈവം അടുത്തു വരുന്നു രാത്രിയില്. അല്ലേ, ദൈവം അടുത്ത് വരണമെങ്കിൽ അത്രമാത്രം ഇഷ്ടം വേണം, സ്നേഹം വേണം, അല്ലേ? ബാക്കി എല്ലാ പരിപാടികളൊക്കെ മാറ്റിവെച്ച് ദൈവം ഈ സോളമൻ കിടക്കുന്ന റൂമിൽ വന്നിട്ട് രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ട് പറയുവാണ്, എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? അപ്പോൾ ഈ സോളമൻ നല്ല കുഞ്ഞു പറഞ്ഞെന്താ, എനിക്ക് ഈ ജനങ്ങളെ നയിക്കാനുള്ള ജ്ഞാനവും വിവേകവും വേണം. ദൈവം കൊടുത്തോ? ദൈവം വാരിക്കോരി കൊടുത്തല്ലേ? ദൈവം കൊടുത്തു മാത്രമല്ല, ഒത്തിരി സന്തോഷം തോന്നിയ ദൈവം പറഞ്ഞു, എൻ്റെ മോനെ, നിനക്ക് ജ്ഞാനവും വിവേകവും മാത്രമല്ല, നിനക്ക് ഞാൻ പ്രതാപം തരുന്നു, ധനം തരുന്നു, പ്രശസ്തി തരുന്നു, മുൻഗാമികളോ പിൻഗാമികളെക്കാൾ ഉപരി നിനക്കെല്ലാം തരുന്നു. അല്ലെ, ചോദിച്ചതിനപ്പുറം മടിയിലിട്ട് കൊടുത്തു. പക്ഷെ ജീവിതത്തിന്റെ ക്ലൈമാക്സിൽ എന്ത് സംഭവിച്ചു? അപ്പൊ ക്ലൈമാക്സ് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? ഉദാഹരണം, ഓട്ട മത്സരം. അപ്പൊ റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് വിസിലടിക്കുമ്പോൾ നമ്മൾ ഓടി തുടങ്ങുന്നു. അപ്പൊ ചിലവര് ഫ്രണ്ടിൽ വരുന്നു, അവര് വിജയികളാണോ? അല്ല. ഇനി 3/4 ഭാഗം ഓടി ഫ്രണ്ടിൽ കയറി വിജയിയായി തീരുമാനിക്കോ? ഇല്ല. ലാസ്റ്റ് ക്ലൈമാക്സ്, ലാസ്റ്റ് പോയിന്റിൽ എത്തുന്നവരാണ് വിജയി. അതുപോലെ നോക്കുമ്പോ ഈ സോളമൻ ലാസ്റ്റ് പോയിന്റിൽ എത്തിയില്ല, വമ്പൻ പരാജയമായിപ്പോയി. ഓക്കെ, അപ്പൊ ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ച മനുഷ്യൻ രാജാവ് വഴിതെറ്റിപ്പോയി. ക്ലൈമാക്സ് നല്ലതല്ലാതായി തീർന്നു. ഇനി രണ്ടാമത്തേത്, സാവൂള്. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവാണ് സാവൂളിനെ പറ്റി പറയാനാണ്. നല്ല ബോഡിയുള്ള, നല്ല ജിമ്മനായിട്ടുള്ള, നല്ല ഒത്ത ശരീരമുള്ള ഒരു യുവാവായിരുന്നു. പക്ഷെ ഇച്ചിരി പേടിയൊക്കെ ആയിരുന്നു, പിടിത്തൊണ്ടനായിരുന്നു. പക്ഷെ ദൈവം ഇഷ്ടപ്പെട്ടത് കൊണ്ടും, ദൈവം ഇഷ്ടപ്പെട്ടവരെ മിനുക്കി എടുക്കുമല്ലോ, നല്ല കുട്ടപ്പിയാക്കി എടുക്കും.
ഓക്കെ. അതുകൊണ്ട് നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നോ പ്രോബ്ലം, അതുമായിട്ട് പോയാൽ മതി, കർത്താവ് റെഡി മണിയാക്കി തരും. അപ്പോൾ ഈ സൗളിനെ പറ്റി പറയുന്നത് ദൈവം ഒരു ഹൃദയം പിടിപ്പിച്ചു എന്നാ. 1 സാമുവേൽ 10-ാം അധ്യായത്തിൽ നമ്മൾ കാണും, ഒരു പുതിയ ഹൃദയം പിടിപ്പിച്ചു. ഓക്കെ. എന്നിട്ട് ഈ ലാസ്റ്റ് ഇയാളുടെ ക്ലൈമാക്സ് സ്റ്റോറിയിൽ പോകുമ്പോഴും വമ്പൻ പരാജയമാണ്. എന്ന് പറഞ്ഞാൽ മന്ത്രവാദിയുടെ അടുത്ത് ഇദ്ദേഹം പോകുന്നു. പിന്നെ എന്താ, ദുരാത്മാവ് ഇദ്ദേഹത്തെ നിരന്തരം പീഡിപ്പിക്കുന്നു. ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. പിന്നെ അവസാനം കൊല്ലാനുള്ള ചിന്ത, ദാവീദിനെ കൊല്ലാൻ വേണ്ടി നടക്കുന്നു. അങ്ങനെ അവസാനം സ്വന്തം വാളിന്മേൽ വീണ് മരിച്ച ഒരു രാജാവ്. അപ്പൊ ചിന്തിച്ചു നോക്കിയേ, കർത്താവ് തിരഞ്ഞെടുത്തതാണ്, ഒരുക്കിയതാണ്, പക്ഷെ ലാസ്റ്റ് വന്നപ്പോൾ എല്ലാം മാറിപ്പോയി. ഓക്കെ. ഇതുപോലെ സിസ്റ്ററിന് ഒരു കാര്യം പറയാനുണ്ട് മക്കളെ, നമ്മുടെ തല വെട്ടിക്കൊണ്ടുപോയാലും, നമുക്ക് പഠിപ്പിനെല്ലാം തോറ്റുപോയാലും, സൗന്ദര്യമോ ധനമോ ഒന്നും കിട്ടിയില്ലെങ്കിലും നോ പ്രോബ്ലം. ഒരിക്കലും നമ്മൾ അന്യദേവന്മാരുടെ അടുത്ത് പോയി വണങ്ങരുത്. അവർ കെട്ടിത്തരുന്ന നൂല് ചരട് ജപിച്ച് കെട്ടുക, മന്ത്രവാദം നടത്തുക, കൈ നോക്കുക, ഇതൊന്നും പോകരുത്. നമ്മുടെ ദൈവത്തിന് അതിഷ്ടമില്ല. ഈശോ പറഞ്ഞിട്ടുള്ളത് എന്നാ? ദൈവം പറഞ്ഞിട്ടുള്ളത്, നിന്റെ ഹൃദയത്തിൽ എനിക്കാണ് സ്ഥാനം. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ ഇച്ചിരി ഒരു കുഞ്ഞു ആഗ്രഹം നിറവേറാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണത്? ദൈവത്തെ യൂദാസിനെ പോലെ ഒറ്റിക്കൊടുക്കുക ചെയ്യുന്നത്. എനിക്ക് നീ വേണ്ട, നിന്നിൽ എനിക്ക് വിശ്വാസമില്ല, നിനക്കൊരു കഴിവില്ല, ഞാൻ ഇപ്പുറത്ത് പോയി വണങ്ങി ആരാധിക്കാം ഉണ്ടോ? അപ്പം നമ്മുടെ ഈശോന്റെ മക്കളാണ്, ദൈവത്തിന്റെ കുഞ്ഞാണ്. അത് തല വെട്ടിക്കൊണ്ടുപോയാലും മക്കളെ, നമുക്ക് ജീവൻ കളയേണ്ടി വന്നാലും അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ചെയ്യില്ലേ? പ്രോമിസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൽ കാണുന്ന എന്നാ, ദൈവം ഡൂസും ഡോണ്ടും തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെയ്യണം, ചെയ്യരുത്. ഈ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ദാവീദല്ലല്ലോ, സോളമൻ രാജാവിൻ്റെ അടുത്ത് ചെയ്ത തെറ്റെന്താണ്? ഇദ്ദേഹം പല പെൺപിള്ളേരുടെ അടുത്ത് ഓരോ രാജ്യങ്ങൾ പോകുമ്പോൾ അവിടെ പോയി അലയൻസ് ഉണ്ടാക്കുന്നു. ആ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന സ്ത്രീകൾ ഓരോരോ ദൈവത്തെ കൊണ്ടുവരുന്നു, അവർക്ക് വേണ്ടി ബലിപീഠം പണിയുന്നു, ആരാധിക്കുന്നു. അങ്ങനെ പ്രശ്നം. ഓക്കെ, ഫ്ലോപ്പായി. രണ്ടാമത്തെ ആളാണെങ്കിലോ, സാവൂൾ രാജാവ് പുരോഹിതൻ അർപ്പിക്കേണ്ട ബലി, ഓക്കെ, സാമുവൽ വരാൻ താമസിച്ചത് കണ്ട് ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പുള്ളിക്കാരൻ കയറി ബലിയർപ്പിക്കും. ഉദാഹരണത്തിന് നമ്മൾ സൺഡേ കുർബാനയ്ക്ക് പോകും, വൈദികൻ അർപ്പിക്കേണ്ട ബലി അല്ലേ, ആ ബലിയിൽ അച്ഛൻ വരാൻ ഇച്ചിരി താമസിച്ചു പോയി എന്നും പറഞ്ഞ് നമുക്ക് വീട്ടിൽ പോയി കുറേ കാര്യങ്ങൾ ചെയ്യണം, പഠിക്കണം, എഴുതണം, ഒക്കെ വീട്ടു ജോലിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ കയറി ആൾക്കാരെ പോയി ബലിയർപ്പിക്കുമോ? ഇല്ല അല്ലേ, നമ്മളത് ചെയ്യാറില്ല. പക്ഷെ അതുപോലെ ഒരു സംഭവമാണ് നമ്മുടെ സാവൂൾ രാജാവ് ചെയ്തത്. അപ്പോൾ ആകെ പ്രശ്നമായി, തമ്പുരാൻ ഇഷ്ടക്കേട് വന്നു. ഇതുപോലെയാണ് മക്കളെ പ്രശ്നം. ഇതുപോലെ ഒരു ഉദാഹരണം കൂടിയുണ്ട്. നമ്മുടെ പുതിയ നിയമത്തിലെ ഈശോയുടെ കൂടെ നടന്ന് ഹൃദയത്തോട് ഒട്ടി നിന്ന് ഈശോ കൊടുത്ത ഭക്ഷണമൊക്കെ പകുതി ഷെയറിട്ട് കഴിച്ച കൂടെ കെട്ടിപ്പിടിച്ചുറങ്ങിയ മനുഷ്യനാണ് യൂദാസ്. ക്ലൈമാക്സ് എന്തായി അല്ലേ? നമ്മൾ ആ പുള്ളിയുടെ പേര് പോലും ഓർക്കത്തില്ല. പുള്ളിയെ ഒരു തവണ പോലും നമ്മൾ സ്റ്റാച്യൂവിൽ മുത്തി വണങ്ങി നമ്മൾ ഇൻ്റർസെഷൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിട്ടില്ല അല്ലേ? അപ്പൊ അതുപോലെ അവസ്ഥ നമ്മുടെ ജീവിതത്തിലും വരരുത്. ഓക്കെ. അപ്പം പ്രിയമക്കളെ, സിസ്റ്ററിന്റെ ചോദ്യം, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ഒരു ലൈഫല്ലേ ഉള്ളൂ, ഈ ജീവിതത്തില് നമ്മുടെ ജീവിതത്തിന്റെ ക്ലൈമാക്സ് ഇങ്ങനെ ഒരു ട്രാജഡി ആകാതിരിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും വലിയ ഹൈ പ്രൊഫൈലിലുള്ള ആൾക്കാര് ഇങ്ങനെ മലമുകളിൽ നിന്ന് ഷൂ എന്ന് പറഞ്ഞ് താഴെ വീണ് എല്ലാം നഷ്ടപ്പെട്ട് പഞ്ചറടിച്ച് എല്ലാം പൊട്ടി നഷ്ടപ്പെട്ടു. ഓക്കെ, ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ പോയി വീഴാതിരിക്കാൻ എന്ത് ചെയ്യണം? ഒരു കാര്യം പറഞ്ഞേട്ടെ. ഓക്കെ, സിമ്പിളാണ്. കർത്താവ് നമ്മളോട് ഒരിക്കലും കഠിനാധ്വാനം ചെയ്യാൻ പറയില്ല. ഹെവി ബേർഡൻ താങ്ങാൻ പറ്റാത്തത് വഹിച്ചുകൊണ്ട് നടക്കണമെന്നും പറയത്തില്ല. അത് നമുക്ക് വേണ്ടി ഈശോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 തിമോത്തിയോസ് 1:6 നമ്മൾ കാണും, പൗലോസ് ശിഷ്യന്മാരോട് പറയുന്നതാണ്, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് കിട്ടിയ അഭിഷേകം ജ്വലിപ്പിക്കണം. ഓക്കെ, മകളൊന്ന് വിചാരിച്ച്, നമ്മുടെ വീട്ടിൽ തീ, പണ്ടത്തെ അടുക്കളയിൽ അമ്മ ചോറൊക്കെ വെക്കുന്ന അടുപ്പില്ലേ, അതിൽ തീ കനൽ എന്നാ ചെയ്യണം, ഊതി അമ്മ ജ്വലിപ്പിക്കും. വേറെ കഷ്ണം വിറകൊക്കെ വെച്ച് അത് സെറ്റാക്കി എടുക്കുക അല്ലേ? ജ്വലിപ്പിക്കണം. ജ്വലിപ്പിച്ചില്ലെങ്കിൽ അത് കെട്ടുപോകും. അതുപോലെ ഇന്നത്തെ അഭിഷേകം നാളത്തെ ചാരമായി മാറാം. ഇന്ന് ഞാൻ ഭയങ്കര പവറാണ്, ഇന്ന് ആ പവറും വെച്ച് നടന്നാല് അതിനെ ജ്വലിപ്പിച്ചില്ലെങ്കിൽ മക്കളെ ആ അഭിഷേകം ചോർന്നു പോകും. അതാണ് പറയുന്നത്. അപ്പൊ എന്നാ അതിന് നമ്മൾ ആരെ വിളിക്കും? കൂട്ടു വിളിക്കും.
പരിശുദ്ധാത്മാവുണ്ട്. കർത്താവിന് അറിയില്ലേ നമ്മുടെ അവസ്ഥ, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും A to Z കർത്താവിനറിയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി തന്ന പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ ജ്വലിപ്പിക്കണം. ഉദാഹരണത്തിന് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കോ സിസ്റ്ററും കണ്ണടയ്ക്കാം, നിങ്ങളും കണ്ണടച്ചോ. നല്ല ഇങ്ങനെ കത്തുന്ന ഒരു വിളക്കൊന്ന് മനസ്സിൽ കണ്ടേ, എണ്ണ ഒഴിച്ച് നിൽക്കുന്ന ഒരു നിലവിളക്കായിക്കോട്ടെ, അങ്ങനെ കത്തി നിൽക്കണം, പല സൈഡിൽ നിന്ന് കത്തുന്ന ഒരു നിലവിളക്ക്. പെട്ടെന്ന് നിലവിളക്കിന്റെ നാളം ചെറുതായി കരിന്തിരിയായി അണഞ്ഞുപോയി. അപ്പൊ നിങ്ങൾ അതിന്റെ ചുവട്ടിൽ നോക്കുവാണ്, എന്താ പ്രശ്നം മനസ്സിലായി. എണ്ണ തീർന്നു പോയി, തിരിയുടെ നീളം കുറഞ്ഞുപോയി, അത് കരിഞ്ഞുപോയി. ഇനി കണ്ണു തുറന്നോ, കണ്ടോ പ്രശ്നം എന്താ? നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വിളക്കുണ്ട്, സംഭവം ഒരു തിരി ഇടാൻ മറന്നുപോയി, അല്ലെങ്കിൽ എണ്ണ തീർന്നത് അറിഞ്ഞില്ല. ഓക്കെ, ഇനി അടുത്തത് വായോ. ഈ ചാർജർ നോക്കിക്കേ, നമുക്ക് മൊബൈലുണ്ടല്ലോ, ഈ മൊബൈല് ഏത് ബ്രാൻഡഡ് കമ്പനി ആകാം ഒക്കെ സിസ്റ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ സിസ്റ്റർ ഒരു പരിപാടിക്ക് പോയി, ചാർജർ എടുത്തില്ല. എൻ്റെ ചാർജർ സ്പെഷ്യൽ ചാർജറാണ്, ചാർജർ എടുത്തില്ല. അപ്പൊ എന്താ സംഭവിക്കുക? കുറച്ച് നേരം കൂടി സിസ്റ്ററിനെ അത് ഉപയോഗിക്കാം അല്ലേ, നമുക്ക് മൊബൈൽ കുറച്ച് നേരം കൂടി ഉപയോഗിക്കാം. പക്ഷെ ഈ ചാർജർ ഇല്ലെങ്കിൽ, ചാർജർ ആ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പ്ലഗ് പോയിന്റിൽ കണക്ട് ചെയ്തില്ലെങ്കിൽ, എൻ്റെ മൊബൈൽ എത്ര ബ്രാൻഡഡ് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചാലും, എത്ര വില കൊടുത്ത് വാങ്ങിച്ചാലും എൻ്റെ മക്കളെ അത് യൂസ്ലെസ് ആണ്. ഞാൻ പിന്നെ ചാർജുള്ള വളരെ ചെറിയ നോക്കിയ പോലുള്ളത് ആശ്രയിക്കും അല്ലേ. ഇതുപോലെ നമ്മുടെ ജീവിതം, നമ്മൾ ഭയങ്കര സെറ്റപ്പാണ്, നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, ക്വാളിഫിക്കേഷനുണ്ട്, നമ്മൾ ലോകം കുറേ കണ്ടതാണ്, നമുക്ക് ആൾക്കാരുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഒരു സാധനം മിസ്സിങ്ങിൻ്റെ പേരിൽ അതിനെ മാറ്റി നിർത്തപ്പെടും, തള്ളപ്പെടും, ഉപേക്ഷിക്കപ്പെടും. അങ്ങനെ ആകാതിരിക്കാൻ മൊബൈൽ എടുക്കുന്ന നമുക്കൊക്കെ അറിയാം, നമ്മൾ ഇത് ഉറപ്പ് വരുത്തും സംഭവം കയ്യിലുണ്ടോ എന്ന് അല്ലേ. ഇതുപോലെ നമ്മൾ ഈ അഭിഷേകം കെട്ടുപോകാതിരിക്കാൻ, ക്ലൈമാക്സ് ട്രാജഡി ആകാതിരിക്കാൻ നമ്മൾ എന്നാ ചെയ്യണം? നമ്മുടെ ഉള്ളിൽ ദൈവം ഇട്ട ആ അഭിഷേകം, ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ മരവിപ്പിക്കരുത്, ജ്വലിപ്പിക്കണം. ജ്വലിപ്പിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, നമ്മുടെ നമ്മൾ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഈശോയുടെ പരിമളമായി മാറാൻ ആത്മാവിനെ ജ്വലിപ്പിക്കണം. പിന്നെ ഒരു മെത്തേഡും കൂടി പറഞ്ഞു തരട്ടെ, ഒരു കാര്യം കൂടെ. പരിശുദ്ധാത്മാവിന്റെ ജപമാലയാണ്. നമുക്ക് മറ്റേ മാതാവിന്റെ ജപമാല മക്കൾക്ക് അറിയായിരിക്കും. ഇത് സിമ്പിളാണ്. നിങ്ങൾക്ക് യാത്രയിലോ വെറുതെ ഇരിക്കുമ്പോഴോ ഒക്കെ എല്ലാ ദിവസവും ചെയ്യണമെന്നാണ് സിസ്റ്ററിന്റെ ഒരു ഹൈ റെക്കമെൻഡേഷൻ. ഓക്കെ, ചെയ്താൽ നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ ജ്വലിപ്പിച്ച്, പിന്നെ നമ്മുടെ നിപ്പ്, നടപ്പ്, സംസാരം, നമ്മുടെ സ്പർശനമൊക്കെ ഈശോയെ പോലെയാകും. ഇങ്ങനെ ഈശോയുടെ അടുത്ത് വന്നവരൊക്കെ തൃപ്തിയായി പോയില്ലേ? ബലിപീഠത്തിൽ നിന്ന് ഈശോ വിളമ്പി കൊടുത്തത് എല്ലാവരും ദുഃഖമുള്ളവരും സങ്കടമുള്ളവരും സന്തോഷമുള്ളവരൊക്കെ ഡബിൾ തൃപ്തിയായി പോയി. ഇതുപോലെ നമ്മളടുത്ത് വരുന്നവര് തൃപ്തി എന്ന് പറഞ്ഞ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു കണ്ടന്റ്മെന്റ്. ഓക്കെ, അവരാഗ്രഹിച്ചത് കിട്ടി സന്തോഷത്തോടെ അവരെ ജീവിത മേഖലകളിലേക്ക് പോകുന്നു. അതുപോലെ ആവണം നമ്മളും. ഓക്കെ, അപ്പൊ അതിനുള്ളതാണ്. അപ്പം ജപമാല എടുക്കാം, വീട്ടിൽ കാണുമല്ലോ, ജപമാല എടുക്കണം. എടുത്തതിന് ശേഷം നല്ലൊരു ചക്കര ഉമ്മ കൊടുക്കണം അല്ലേ. നമ്മൾ പ്രിയപ്പെട്ടവർക്കല്ലേ ഉമ്മ കൊടുക്കാറുള്ളൂ. നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈശോ. ഈശോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കണം. എന്നിട്ട് നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലണം. അറിയായിരിക്കുമല്ലോ അല്ലേ? സർവശക്തനായ പിതാവ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവം, ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലണം. ഇത് വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. ഇത് സ്വർഗസ്നായ പിതാവ് 3 തവണ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നു. പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഇനി അടുത്തത് നമുക്ക് ലൂക്ക 1:5 ഒരു വചനമില്ലേ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. വേണമെങ്കിൽ നമുക്ക് പേഴ്സണലൈസ് ചെയ്ത് നമുക്കറിയാം, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. കോൺഫിഡൻറ്റോടുകൂടി, പവറോടുകൂടി പറയണം. എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കി പഞ്ചോടുകൂടി മക്കൾ പറയണം. ഓക്കെ, ഇനി അടുത്തന്നെ 10 മണികളുണ്ട്. ഈ ഓരോ മണികളിലും ചൊല്ലേണ്ടത് പരിശുദ്ധാത്മാ, ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഡക്കറ്റിൽ പറയേണ്ടത് എന്നിൽ വന്ന് നിറയണം. ഉച്ചി തൊട്ട് ഉള്ളംകാല് വരെ നിറയണം. എൻ്റെ മജ്ജയുടെ, മാംസത്തിൻ്റെ, എൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ, എൻ്റെ രക്തത്തിൻ്റെ, എല്ലുകളുടെ, പല്ലുകളുടെ ഒക്കെ ഭാഗമായി മാറണം. ഓക്കെ, പരിശുദ്ധാത്മാവില്ലാത്ത ഒരു അവയവം പോലും നമുക്ക് വേണ്ട. ഓക്കെ അല്ലേ? അപ്പം ആദ്യത്തെ 10 ഇങ്ങനെ കൈപിടിച്ച് പറയണം, ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ, ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണേ. ഓക്കെ, അപ്പൊ ഇങ്ങനെ 10 ചൊല്ലി. 10 കഴിയുമ്പോൾ വീണ്ടും ഒരു മിഡിലൊരു മുത്ത് വരുന്നുണ്ട്.
അവിടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ വെച്ചിട്ട് പറയണം. വീണ്ടും നമ്മൾ ആവർത്തിച്ചില്ലേ ലൂക്ക 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്തത് ചൊല്ലാം. അടുത്തത്, ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണം. ഞാൻ എവിടേക്ക് പോയാലും, ഞാൻ സ്കൂളിൽ പോയാലും നയിക്കണം, ഞാൻ ഇനി എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോയാലും നയിക്കണം, ഞാൻ ഏതെങ്കിലും പരിപാടിക്ക് പോയാലും നയിക്കണം, ഞാൻ ജോലി ചെയ്യാൻ പോയാലും നടക്കണം, അടുക്കളയിൽ പോയാലും, ഞാൻ തൂക്കുമ്പോഴും എന്നെ നയിക്കണം. ഇങ്ങനെ ഏത് സാഹചര്യങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ കൈ പിടിച്ച് നമ്മൾ പോകണം. പരിശുദ്ധാത്മാവായിരിക്കണം നമ്മളെ നയിക്കേണ്ടത്, നമ്മളല്ല. നമ്മുടെ കാറാണെന്ന് വിചാരിച്ചോ, നമ്മുടെ ജീവിതം ആ കാറിൻ്റെ സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് വലത്തോട്ടോ ഇടത്തോട്ടോ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല. നമുക്ക് തെറ്റിപ്പോകാം. നമ്മുടെ ഉള്ളില് പരിശുദ്ധാത്മാവായിരിക്കണം. ഓക്കെ, അപ്പൊ രണ്ടാമത്തത് എന്നാ? പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണമേ. അപ്പൊ ഒന്നാമത്തതോ, പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ. ഇനി മൂന്നാമത്തത്, പരിശുദ്ധാത്മാവെ എന്നെ ശുദ്ധീകരിക്കണമേ. നമുക്ക് ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ മക്കളെ നമ്മൾ ആദ്യം ചെയ്യണത് എന്നാ? നമ്മൾ എത്ര രാത്രി ആയാലും രാവിലെ ആയാലും നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മളൊന്ന് കുളിച്ച് ഫ്രഷായി സോപ്പിട്ടൊക്കെ കഴുകി നല്ല ഷവറൊക്കെ എടുത്ത ശേഷം വേറെ വസ്ത്രം, നല്ല വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഉഷാറാവും. പിന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, വായിക്കാൻ തോന്നും, സംസാരിക്കാൻ തോന്നും, അല്ലേ? ഇനി നമ്മൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ അയ്യോ ബെഡ് കണ്ടാൽ മതി, ഒന്ന് കിടക്കണം, ക്ഷീണം, ഇതല്ലേ നമ്മളെ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ വൃത്തിയാക്കണം, നമ്മുടെ മലിനതയെല്ലാം മാറ്റിത്തരണം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തത് പ്രാർത്ഥിക്കേണ്ടത്, ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ എന്നെ ശുദ്ധീകരിക്കണമേ. ഓക്കെ, ഇനി അടുത്തത് 4. അപ്പൊ ഈ അടുത്ത മണിയിൽ നമ്മൾ വീണ്ടും ലൂക്ക 1:35 പറയും. ഇനി 4ാമത്തെ മണിയിൽ നമ്മൾ പറയുന്നതാണ്, ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ എന്നെ ജ്വലിപ്പിക്കണം. ജ്വലിപ്പിക്കുന്നവരിങ്ങനെ ഈ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പൊ ഒരു പരിപാടി നടക്കുവാണ്, പാട്ട് മത്സരം, കുറേ പേര് പാടുന്നു, അതിലേറ്റവും നന്നായിട്ട് വരുന്നവനെയാണ് നമ്മൾ പറയണത് വാവ്, ഗ്രേറ്റ്, വണ്ടർഫുൾ, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്, എന്നാ കഴിവ് എന്ന് പറയത്തില്ലേ? അതുപോലെ നമ്മളെ ജ്വലിപ്പിക്കണം. എവിടെ പോയാലും ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന മക്കളായിട്ട് മാറണം. നമ്മളെ കണ്ണ് ജ്വലിപ്പിക്കണം. കണ്ണ് ഇങ്ങനെ എന്താണ്, ചത്ത മീനിൻ്റെ കണ്ണെന്ന് പറയും, എന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കുക, അല്ലേ? ഒരു ശക്തിയില്ല, ഒരു ഉണർവില്ല, അയ്യോ അങ്ങനെ കണ്ടാൽ തന്നെ ഒരു ജ്വലനമാണ്, തിളക്കം ഉണ്ടാവണം. നമ്മൾ കവിളിനൊക്കെ ഒരു തിളക്കം ഉണ്ടായിരുന്നു, നമ്മുടെ നിപ്പിനൊക്കെ ഒരു ഐശ്വര്യം ഉണ്ടാവണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ എൻ്റെ പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ജ്വലിപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് 5ാമത്തത് മറന്നിട്ടുണ്ടാവോ ഇപ്പോഴേ? അല്ലേ? നമുക്കിത് എല്ലാം കഴിഞ്ഞിട്ടൊന്നും കൂടി റിവൈസ് ചെയ്യാം. ലാസ്റ്റ് 5ാമത്തത് പറയണേ, ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ എന്നെ വരദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. ഓക്കെ, ആദ്യ കുർബാനയ്ക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വരദാനങ്ങൾ എന്താണ്. നമ്മുടെ ഈശോയെ ജ്ഞാനം, അറിവ്, ഭക്തി, ബുദ്ധി, ദൈവഭയം, ജ്ഞാനം ഇവ കൊണ്ട് നിറയ്ക്കണമേ. ഭാഷാവരം, പ്രവചനവരം, ദർശനവരം, രോഗശാന്തിവരം, അത്ഭുത പ്രവർത്തനവരം. എങ്ങനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഒക്കെ അശുദ്ധിയിൽ പോയി വീഴാതെ ഈ കാലഘട്ടത്തിൽ നമുക്ക് അന്തസ്സോടും അഭിമാനത്തോടും ദൈവത്തെ കൂട്ടുപിടിച്ച് അസാധ്യമായ കാര്യങ്ങൾ കണ്ട് അനുഭവിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് നമുക്ക് കൃപ വേണം. ആ കൃപ തരാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും. അല്ലേ? നമ്മൾ അധ്വാനിച്ചാൽ നടക്കുമോ? നമ്മളെ പറ്റിക്കാൻ ഈ ലോകം ഭയങ്കര സമൃദ്ധമാണ്. നമ്മൾ ഒറ്റയ്ക്ക് പോരാടിയാൽ പറ്റില്ല മക്കളെ. അതുകൊണ്ട് നമുക്കൊരു കൂട്ട് വേണം, നമ്മളെക്കാട്ടിലും പവറുള്ള ഒരാൾ വേണം. അപ്പോൾ നമുക്ക് സാവൂളിൻ്റെ അനുഭവം ഉണ്ടാവില്ല, സോളമൻ്റെ ക്ലൈമാക്സ് നമ്മുടെ ജീവിതത്തിൽ വരില്ല, യൂദാസിൻ്റെ അവസ്ഥയിലൂടെയും നമ്മൾ കടന്നു പോകില്ല, ചെയ്യില്ലേ? അപ്പം ഇതാണ് പവർ. അപ്പോൾ ഒരു ഉമ്മം കൊടുത്തും ഒരു ചക്കര ഉമ്മ കൊടുത്ത് കൈ പിടിച്ച് പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കണം. സമയം കിട്ടുമ്പോഴൊക്കെ ഓരോ മണികളായിട്ട് ചൊല്ലണം. അപ്പോൾ ഒന്നും കൂടി സിസ്റ്റർ റിവൈസ് ചെയ്യാം. ഇതെന്താ? പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിക്കാനുള്ള ഒരു കൊന്തയാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തത് വിശ്വാസ പ്രമാണം, രണ്ടാമത്തത് ഒരു സ്വർഗസ്നായ പിതാവേ, മൂന്ന് നന്മ നിറഞ്ഞ മറിയം, അത് കഴിഞ്ഞ് പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ, അത് കഴിഞ്ഞിട്ട് ഒരു വചനം. ഇനി ഈ വചനത്തിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വചനം ചൊല്ലാം. ലൂക്ക 1:35 പറയാൻ സിസ്റ്റർ പറഞ്ഞല്ലോ, ആ പവർ ഉള്ള വചനം. ആ വചനത്തിന്റെ സ്ഥാനത്ത് നമുക്കറിയാവുന്നുള്ള പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്ന വചനങ്ങൾ ഇഷ്ടംമാതിരി ഉണ്ട്. ഇപ്പം പഴയ നിയമത്തിൽ 1 സാമുവേൽ 10:6, അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്റെ മേൽ വരും, നീയും അവരോടൊപ്പം പ്രവചിക്കാൻ തുടങ്ങും, മറ്റൊരു മനുഷ്യനായി തീരും. അപ്പം മറ്റൊരു മനുഷ്യനായി തീരണമെങ്കിൽ
ഒരു എക്സ്ട്രാ ഓർഡിനറി മനുഷ്യനായി തീരണമെങ്കിൽ ഈ പവർ വേണം. അപ്പം നമുക്ക് ആ വചനത്തിൻ്റെ ആ സ്ഥാനത്ത് 10 മണികൾ ചൊല്ലിയതിന് ശേഷം, പിതാവിനും പുത്രനും പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ഈ വചനം ചൊല്ലാം. ഓക്കെ. ഇനി വേണമെങ്കിൽ നമുക്ക് യോഹന്നാൻ 7:37 പറയുന്നുണ്ട്, തിരുനാളിൻ്റെ അവസാന ദിവസം ഈശോ എഴുന്നേറ്റ് നിർത്തി ശബ്ദമുയർത്തി പറഞ്ഞു, നിങ്ങൾക്കാർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഇത് ഇച്ചിരി പാടാണെങ്കിലും നോ പ്രോബ്ലം, ചെറുതായാലും മതി. ഓക്കെ, ഇത് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഈ സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഇന്ന് സത്യവും മിഥ്യവും ഒക്കെ ഭയങ്കര തെറ്റിപ്പിക്കുന്ന കാലമാണ്. നമ്മൾ വേണമെങ്കിൽ ആ സ്ഥാനത്ത് സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തെ 10 മണിയിൽ എന്ത് പറയും? ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ. അടുത്ത 10 മണിയോ? ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണമേ. മൂന്നാമത്തത്, ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ എന്നെ ശുദ്ധീകരിക്കണം. 4, ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ എന്നെ ഇങ്ങനെ ഉജ്ജ്വലിപ്പിക്കണമേ. അടുത്തത്, ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ അങ്ങയുടെ വരദാനങ്ങൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ, എന്നെ പൊതിയണം. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ജപമാലയിലൂടെ നമ്മൾ പഠിച്ചത്. ചൊല്ലില്ലേ? പ്രാർത്ഥിക്കില്ലേ? നമുക്ക് ഒരു കൂട്ട് വേണം മക്കളെ, നല്ലൊരു കൂട്ട് വേണം. കൂട്ട് നമ്മളെ വഴിതെറ്റിക്കാം, കൂട്ട് നമ്മളെ എന്ന് പറഞ്ഞ് നമ്മളെ ഉയർത്താം, നമ്മളെ സ്റ്റാൻഡേർഡ് കൂട്ടാം, കുറയ്ക്കാം. താണ നിലത്തിൽ ജീവിക്കാൻ കൂട്ട് സഹായിക്കും, ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാൻ സഹായിക്കും. നമുക്ക് എന്ത് വേണം? ചോയ്സ് നമ്മുടേതാണ്. ആദ്യം നമ്മൾ ചോദിച്ചതുപോലെ യെസ് ഓർ നോ. അപ്പൊ സിസ്റ്റർ ഇത് കൺക്ലൂഡ് ചെയ്യട്ടെ, ഇതെല്ലാം കൂടി പറയട്ടെ. അപ്പൊ നമ്മൾ ഇന്ന് ചിന്തിച്ചത് എന്നാ, നമ്മൾ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കുറേ ശീലിച്ച് വന്നാലും, കുറച്ച് കാലഘട്ടം നല്ല കുഞ്ഞായിരുന്നാലും, പിൽക്കാലത്ത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ ജ്വലിപ്പിച്ചില്ലെങ്കിൽ അത് മരവിച്ചു പോവും. പിന്നെ ക്രമേണ നമ്മൾ വഴിതെറ്റിപ്പോവും. അതിന് ഉദാഹരണമാണ് നമ്മൾ ബൈബിളിൽ നിന്ന് കണ്ടത്. ബൈബിൾ സത്യമാണ്, ബൈബിള് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു റെഫറൻസ് ആണ്. കർത്താവ് പറഞ്ഞു തന്നതാണ്, നമുക്ക് മുമ്പേ ജീവിച്ചു പോരുടെ ജീവചരിത്രമാണ്. ഓക്കെ, അതിൽ നമ്മൾ കണ്ടു ആരാ? ജ്ഞാനിയായ സോളമന്റെ അവസ്ഥ. ആദ്യത്തെ രാജാവായ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് ഒരു ഹൃദയം കൊടുത്ത സാവൂളിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി. യൂദാസ് കൂടെ നടന്ന് ചേർന്ന് ഈശോയുടെ ഉണ്ടുറങ്ങി നടന്ന് ആ അത്ഭുതങ്ങളൊക്കെ ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാകും. ഒക്കെ ചെയ്ത അവസാനം ക്ലൈമാക്സ് ഭയങ്കര മോശമാക്കിയ യൂദാസ് കറിയോത്തയുടെ ലൈഫ് കണ്ടു. ഓക്കെ, അപ്പൊ അവർക്ക് അങ്ങനെ സംഭവിച്ചെങ്കിൽ നമുക്കൊരു ലൈഫേ ഉള്ളൂ. നമ്മുടെ ജീവിതം ഒന്നെങ്കിൽ നമുക്ക് നശിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉയർത്താം. അപ്പൊ അങ്ങനെ ഉയർന്ന് ജീവിക്കണമെങ്കിൽ ലാസ്റ്റ് ക്ലൈമാക്സ് പോയിന്റിൽ വിജയകിരീടം തലയിൽ ചൂടണമെങ്കിൽ മക്കളെ നമുക്ക് എന്ത് വേണമെന്ന് സിസ്റ്റർ പറഞ്ഞു? നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ നമ്മൾ നിരന്തരം ജ്വലിപ്പിക്കണം. അല്ലെങ്കിൽ ഇന്നത്തെ അഭിഷേകം നാളത്തെ ചാരമായി മാറും. തീ ജ്വലിപ്പിച്ച് 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 ഒരു വലിയ തീയാക്കി മാറ്റുന്നത് പോലെ, കനല് തീയായി മാറുന്നത് പോലെ ഇതിനെ മൈൻഡ് ചെയ്യാതെ നമ്മൾ വിടരുത്. നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അപ്പൊ അതിനുള്ള ഒരു വഴിയാണ് സിസ്റ്റർ പറഞ്ഞത്, ഈ പരിശുദ്ധാത്മാവിന്റെ കൊന്ത. അപ്പൊ അത് നമുക്ക് ചൊല്ലി ചൊല്ലി നമ്മുടെ സ്റ്റാൻഡേർഡ്, നമ്മുടെ നിലവാരം കൂട്ടി കർത്താവിനെ നമുക്ക് അനുഭവിക്കണം. അത് മാത്രം മതി. ഈശോയെ നമ്മളിങ്ങനെ കാണണം, അനുഭവിച്ച് സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐശ്വര്യത്തോടെ, പ്രതാപത്തോടെ നമ്മൾ ജീവിക്കണം. അതിന് ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Mm-hmm.